Hey guys, welcome back to my another vlog. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് മത്തി മാർക്കറ്റിൽ പോയി മേടിച്ച് അത് ഫ്രൈ ആക്കി അത് കൊണ്ട് ഒരു ഫിഷ് പിക്കിളാണ് നമ്മൾ. അച്ചാർ ഇടാനാണ് പ്ലാൻ. അത് ക്ലീനാക്കി കിട്ടണം. നോക്കട്ടെ. കല്ലുമ്മക്കായ നമുക്ക് അച്ചാറിടാനുള്ള ഐറ്റമാണ് വേണ്ടത്, പക്ഷേ അതില്ല. ക്ലീനാക്കില്ല, അതാണ് പറയുന്നത്. ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ തന്നെ ഇറങ്ങിയത് മാനന്തവാടി ടൗണിട്ടായിരുന്നു. നമുക്കിന്ന് വെറുതെ ഒരു പ്രൊഡക്റ്റീവായിട്ട് കുറച്ച് മത്തി അച്ചാറിടാമെന്ന് വിചാരിച്ചു. മത്തി അച്ചാറിടാനായിട്ട് രാവിലെ തന്നെ മത്തി മേടിക്കാൻ വന്നതാണ്. കുഞ്ഞമത്തി ഉണ്ട്, പക്ഷേ അതിന് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ക്ലീനാക്കി തരില്ല. എനിക്കാണെങ്കിൽ ഇത് ക്ലീനാക്കാനുള്ള ഒരു വശമില്ല. അപ്പോൾ വേറൊരു കടയിൽ നിന്ന് ഞാൻ കഴിഞ്ഞ തവണ ചെന്നപ്പോൾ അവരെന്നെ ക്ലീനാക്കി തന്നായിരുന്നേ, ചെറിയ മത്തി തന്നെ. അപ്പോൾ അങ്ങോട്ടേ കൂടി ഒന്ന് പോയി നോക്കുന്നത്. രാവിലെ ഞാൻ പോയത് മാർക്കറ്റിലോട്ടാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് ജില്ലയിൽ മാനന്തവാടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു അത്യാവശ്യം വലിയ ടൗണാണ് മാനന്തവാടി. ഓക്കെ, അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് വേണം. സിറ്റി ഫിഷിൽ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് മത്തി ക്ലീനാക്കി കിട്ടുമോ നോക്കാം. മത്തി മീൻസ് ചാള. ഓക്കെ, നമുക്ക് വേണ്ട സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവർ ക്ലീനാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സർ. വന്നിട്ടേ കാറ് വാഷ് ചെയ്തില്ല. കാറ് ഫുള്ള് ചെളിയാ. അതൊന്ന് വാഷ് ചെയ്യണം. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ചാള കട്ട് ചെയ്ത് നോക്കി. ചാള ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയ ചാള നമ്മളിപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വെട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് മസാല ഇടും. അതായത് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് അതൊക്കെ ഇട്ടിട്ട് നമ്മൾ 1.5 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കും. വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചാളയിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, മതിയാവില്ല, കല്ലുപ്പാണ് വേണ്ടത് ആവശ്യത്തിന്. ഇത് എൻ്റെ തന്നെ ഒരു റെസിപ്പിയിലാണ് ഉണ്ടാകുന്നത്. ഓക്കെ, വേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ മാറ്റി വെക്കാം. വിനാഗിരി കൂടി കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പം അസംബിൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
ചാള അത്യാവശ്യം മാരിനേറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ പുറത്തെടുത്ത് ഇതൊരോ ബാച്ചായിട്ട് നമ്മൾ നല്ലെണ്ണയിലാണ് വറക്കേണ്ടത്. പക്ഷേ എൻ്റെ നല്ലെണ്ണ ഇല്ലാത്ത കാരണം ഞാൻ സാധാരണ വെളിച്ചെണ്ണയിൽ വറക്കണം. പാൻ ചൂടായിട്ടുണ്ട്, നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു ബാച്ചായിട്ട് ഈ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ചാള ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. We need to fry all this fish like this. Okay guys, അപ്പോൾ നമുക്കിത് കോരി എടുക്കാറായിട്ടുണ്ട്. നമ്മളിത് രണ്ടാമത്തെ ബാച്ച് അതേപോലെ ഇവിടെ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിനി ഫ്രൈ ആയി വരട്ടെ, എന്നിട്ട് നമുക്ക് ഇതേപോലെ മാറ്റിയെടുക്കാം. ഇതിപ്പോൾ മൂന്നാമത്തെ ബാച്ച് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചുകൂടി ഉള്ളൂ. ഇപ്പോൾ ഫ്രൈ ചെയ്തത് ഏകദേശം ഇങ്ങനെ ഇരിക്കുന്നു. മസാല ടേസ്റ്റ് എല്ലാം കറക്റ്റാണ്, ഉപ്പ് കറക്റ്റാണ്, എരിവ് കറക്റ്റാണ്, എല്ലാം കറക്റ്റാണ് കേട്ടോ. മൂന്നാമത്തെ ബാച്ചും ആയിട്ടുണ്ട്. നമ്മളതെടുത്ത് മാറ്റുവാണ്. ഇതുവരെ നമ്മൾ ഫ്രൈ ചെയ്താൽ മതി. കുറച്ച് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ആഡ് ചെയ്യാനുള്ളത് പച്ചമുളക്, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ കുനുകുന അരിഞ്ഞു വെച്ചേക്കണേ. അപ്പോൾ ഏകദേശം എല്ലാം പൊട്ടിയിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഇട്ടില്ല, വേപ്പിലിട്ടില്ല. ഈ ഇട്ടതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ നമ്മൾ സോട്ട് ചെയ്യണം. ഇങ്ങനെ സോട്ട് ചെയ്യുമ്പോഴേക്കും ഇത് നല്ല മാറും. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഓരോരോ മസാലകളുടെ നല്ല മാറിയിട്ടുണ്ട്. കുക്ക്ഡ് സ്മെല്ല് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എടുക്കുന്നത് ഈസ്റ്റേണിൻ്റെ പിക്കിൾ പൗഡറാണ്. വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പാത്രം ഇച്ചിരി ചെറുതായി പോയി. അപ്പോൾ നമ്മളൊരു വെള്ളം വേറൊരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് ചൂടാക്കിയിട്ട് ആ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വെച്ച ഈ ഫിഷും ഐറ്റംസ് മസാല എല്ലാം നമ്മൾ ഇട്ട് കൊടുക്കും കേട്ടോ. ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് വരട്ടോ കപ്പൊഴിക്കണേ. ഓക്കെ, നന്നായിട്ട് ഇളക്കിയെടുത്തു. അപ്പം എൻ്റെ ഫിഷ് പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിച്ചാണ്ടല്ലോ, ആഹാ അന്തസ്. അപ്പം നിങ്ങൾ പറ്റണ പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കമൻറ്റിൽ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് ഉടനെ വരും. ഒന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ കുക്കിംഗ് ആയിരിക്കും, ചിലപ്പോൾ ട്രാവൽ ആയിരിക്കും. ഓക്കെ, കൂടെ കൂടിക്കോ. താങ്ക് യു.